കിട്ടിയല്ലോടി കൊറേ കയ്യടി. കയ്യടി കൊണ്ട് മാത്രം എന്താടി കാര്യം? SSLC പാസ്സായപ്പോ 1ാം ക്ലാസ്, പ്രീ ഡിഗ്രി ഞൊട്ടിയപ്പം 2ാം ക്ലാസ്, ഡിഗ്രി നിറങ്ങി കയറിയപ്പം 3ാം ക്ലാസ്. മതിയല്ല, അവൻ നന്നാകത്തില്ലടി. ഒന്ന് നിർത്ത് മനുഷ്യ. എത്ര കാലമായിട്ട് നിങ്ങൾ പറയുന്നു അവൻ നന്നാകത്തില്ല നന്നാകത്തില്ല എന്ന്. പിന്നെ എങ്ങനെ നന്നാകും? ഞാൻ പറയുവടി, ഇവരുടെ പ്രായമുള്ള ഓരോരുത്തരെ കല്യാണം കഴിച്ച് മക്കളുമായി സുഖമായിട്ട് ജീവിക്കും. ഇവിടെ ഒരുത്തൻ നാട് നന്നാക്കാൻ നടക്കരുത്. ഇനി 4 ഇന്റർവ്യൂ പോകും, 4 തൊപ്പിയിട്ടേക്ക് പോകുന്നു. ഞാൻ പാടുപെട്ട് ബുദ്ധിമുട്ടിയ അവൻ ആ മില്ലിലൊരു പണി വാങ്ങിച്ചു കൊടുത്തു. അവൻ എന്തിന്റെ അസുഖമായിരുന്നു? മില്ലിൽ പണി വാങ്ങിച്ചു കൊടുത്താ അത് മില്ലിലെ ജോലിക്ക് വേണ്ടി ആയിരിക്കണം. അല്ലാതെ അവിടുത്തെ ആൾക്കാർക്ക് ചായ വാങ്ങിച്ചു കൊടുക്കാനും വീട്ടിൽ മലക്കറി വാങ്ങിക്കാനും ഒന്നും എന്റെ മോനെ കിട്ടത്തില്ല. അവൻ അന്തസ്സുള്ളവനാ. എടി, നീ എന്തറിഞ്ഞോണ്ടാ ബാങ്കിൽ ആകെ ഉണ്ടായിരുന്ന 15,000 രൂപ എടുത്ത് അവന് കൊടുത്തത് ഫോട്ടോ സ്റ്റുഡിയോ ഉണ്ടാക്കാൻ? അതവൻ പറഞ്ഞല്ലോ, അവൻ ആ സ്റ്റുഡിയോ കൊണ്ട് രക്ഷപ്പെട്ടോളാമെന്ന്. എവിടെ രക്ഷപ്പെടാനാ എടി? അവനല്ല അവിടുത്തെ ആള്. അവൻ വേറൊരാളുമായി കൂട്ടുകൂടി ഉണ്ടാക്കുക. അച്ഛനൊന്നും ഉണ്ടായി, ഞാനും എങ്ങനെയായി? അവനെങ്കിലും പോയി രക്ഷപ്പെട്ടെ. ആങ്ങളെ പറ്റി പറഞ്ഞപ്പോ അവിടെ ഒരു ദണ്ണം ഓടിയാത്ത. നിനക്കൊന്നും എന്നെ ഗുണദോഷിക്കാനുള്ള യാതൊരു യോഗ്യതയും. അന്നേ നിന്റെ കല്യാണത്തിന് ഞാൻ എതിരായി. നീ സോമൻശാല പോയി കെട്ടി. ഇപ്പൊ എന്തായി? ഒക്കത്തൊരു കൊച്ചായി. അവൻ അവന്റെ പാട്ടിന് പോയി. അടുത്തത് നീ നോക്കിയോ, നിന്റെ ആങ്ങളയുടെ ഫോട്ടോ സ്റ്റുഡിയോ. എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല സമയമുണ്ട്, ദോഷ സമയമുണ്ട്. അവന്റെ നല്ല സമയം വരുമ്പോ അവനങ്ങ് നന്നായിക്കോളും. അതെ, സമയത്തിന്റെ തന്നെയാ. അവൻ ഇപ്പൊ അഷ്ടമത്തി ശനിയാ ഈ കർക്കിടകം വരെ. അത് കഴിയുമ്പോ എന്റെ മോനെ നിങ്ങൾ നോക്കിക്കോ, നിങ്ങൾ പിടിച്ചാൽ കിട്ടത്തില്ല. തങ്കപ്പന് ഒരുത്തനും ഇവിടെ ഉണ്ടാക്കണ്ട. ഞാൻ പറയാനുള്ള കാര്യം എവിടെയും പറയും. എനിക്കാരെയും പേടിക്കേണ്ട കാര്യമില്ല. നമ്മുടെ MLA ഒരുത്തൻ വേണ്ട ഇവിടെ അല്ലയോ താമസിക്കുന്നത്. അയാൾ വിചാരിച്ചായി ഓടൊന്ന് നന്നാക്കാൻ ഇത്ര നേരം എല്ലാരും പോയി കിട്ടിയതാണല്ലോ. എന്നെ എങ്ങാനും ഇവിടെ ജയിപ്പിച്ചിരുന്നെങ്കിൽ ഞാനിവിടെ സ്വർഗമാക്കിയേനെ. തങ്കപ്പാ, വല്ലതും കഴിച്ചാൽ വയറ്റി കിടക്കട്ടാ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. പോ. നീ വാടാ. സർക്കിൾ ഇൻസ്പെക്ടർ ഈ വഴിയിലാണ് താമസമെന്ന് കരുതി ഞാൻ പേടിക്കൊന്നുമില്ല. ഞാൻ ഷാപ്പിൽ പോയിരുന്നു കുടിക്കും, അയാള് ക്ലബിൽ പോയിരുന്നു മോന്തും. കള്ളുകുടിച്ചെന്ന് കരുതി എന്നെ പിടിച്ച് ലോക്കപ്പിനകത്താക്കാൻ ഇയാൾ ആരുവാ? എടീ, നമ്മളാരും ഒന്നും ചെയ്യില്ലെന്ന് അറിയാവുന്നോണ്ട് അവനീ വേണ്ടാത്തൊക്കെ വിളിച്ച് പറയുന്നത്. ഒരുത്തനെങ്കിൽ ഒന്നും കൊടുത്താൽ അപ്പം നിർത്തും. പിന്നെ നമ്മൾ തന്നെ മാറും. ഒന്നുമില്ല, ഞാനിപ്പോ കാണിച്ചു തരാം. വേണ്ട പാപ്പാ. ഇയാള് സർക്കിളായിരിക്കും. IG-യെ എനിക്കറിയാം. IG എന്നെ കണ്ട വഴിമാറി നടക്കും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവിടെ നിന്ന് പറയുന്ന അവൻ പറഞ്ഞോട്ടെ. പക്ഷെ ഇന്നാള് ചെയ്ത പോലെ ഇതിനകത്തെങ്ങാനും കയറി വന്ന് കോളിംഗ് ബെൽ അടിച്ചാൽ തങ്കപ്പനെ അറിഞ്ഞൂടാ. കട്ടവണ്ടി പിടിക്കുന്ന കൈയാണിത്, അധ്വാനിക്കുന്നവന്റെ കൈയാണിത്. ആര് പറഞ്ഞാൽ അവന്റെ ശബ്ദമല്ലേ ദൂരെ കേൾക്കുന്നത്? അതെ. അപ്പോ അവനിവിടെ വന്നിട്ടില്ലല്ലോ ബെല്ലടിക്കാൻ? ഇല്ല. പിന്നെ പോയി നിങ്ങൾ ആരെയാ തോളിച്ചത്? എങ്ങാനും എന്നെ ഒന്ന് പിടിപ്പിച്ചു നോക്കട്ടെ. ഐ എം വെരി സോറി. എണീക്കൂ, അകത്തോട്ട് വരൂ. എണീക്കൂ, ഒന്ന് പിടിക്കടി. പൊങ്ങണ്ടേ, പിടിക്കടി. ഐ എം റിയലി സോറി. എനിക്ക് മനസ്സിലായില്ലല്ലോ, എവിടുന്ന് വരിക? എന്റെ പേര് കൃഷ്ണൻകുട്ടി. കുടിക്കാൻ ഇത്തിരി വെള്ളം കിട്ടിക്കൊള്ളാം. ആദ്യം കുറച്ച് വെള്ളം കൊണ്ടുപോയി. അറിയാൻ സംഭവിച്ചു പോയതാ, ഒന്നും തോന്നരുതേ. ആള് മാറിപ്പോയതാ. നിങ്ങൾ ഈ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞാന് ഫ്ലാഷ് സ്റ്റുഡിയോ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ആ ജംഗ്ഷനിലുള്ളതല്ലേ? അതെ, അതിന്റെ ഒരു പാർട്ണറാ ഞാനും. ഓ, സ്റ്റുഡിയോയിലെ ബിസിനസ് ഒന്ന് മെച്ചപ്പെടുത്താൻ വേണ്ടി ഓരോ വീട്ടിലും കയറി ഇറങ്ങി വീട്ടമ്മമാരെ നേരിട്ട് കണ്ട് ക്യാമ്പയിൻ ചെയ്യാൻ ഇറങ്ങിയതാ. വെള്ളം കുടിക്കും. കുടിക്കൂ.
ഐ എം വെരി സോറി മിസ്റ്റർ കൃഷ്ണൻകുട്ടി. അയ്യോ, സാധാരണ ആരെയും അങ്ങനെ ഇങ്ങനെയൊന്നും തൊഴിക്കുന്ന കൂട്ടത്തിലല്ല. പിന്നെ എന്ത് പറ്റി നിങ്ങൾക്ക് ഇന്ന്? തൊഴി എനിക്കൊരു പ്രശ്നമല്ല. ഇവിടെ എങ്ങാൻ ആർക്കെങ്കിലും ഒരു ഫോട്ടോ എടുക്കാൻ ആവശ്യം വന്നാൽ ഫ്ലാഷ് സ്റ്റുഡിയോ മറക്കരുത്. സാറിന്റെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോ ചേച്ചിയൊത്തൊരു ഫോട്ടോ എടുക്കാം. മോക്ക് ഹാൾ ടിക്കറ്റിലേക്ക് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയുടെ ആവശ്യം വരും. ഞങ്ങളുടെ സ്റ്റുഡിയോ എന്ന് വെച്ചാൽ, ഈ ഫ്ലാഷ് സ്റ്റുഡിയോ എന്ന് വെച്ചാൽ എല്ലാവിധമായ ആധുനിക സജ്ജീകരണങ്ങളോടും സംസാരിക്കണ്ട. വരട്ടെ വരട്ടെ. ഫോട്ടോസിലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ഏതെങ്കിലും കൊടുത്തില്ല. ഇത്രയും കാശ് 5000 രൂപ എനിക്കിതാ. ഈ ജംഗ്ഷൻ അത് വെച്ച് 10000 രൂപ ഉണ്ടാക്കാൻ എനിക്കറിയാം. സഹിയിടുമ്പോ ഒരു ദിവസം ഞാൻ തീവ്രവാദി ഞാൻ പറഞ്ഞേക്കാം. എന്തിനാ ചേട്ടാ ഇവിടെ തന്നെ ഒന്ന് പെട്ടത്? ചേട്ടന് വേറെ ആരെയും കിട്ടിയില്ല ബിസിനസ് കൂട്ടിന്? എന്നെ പാർട്ട്ണറാക്കാന്ന് പറഞ്ഞാ ചേർത്തിരിക്കുന്നത്. പറഞ്ഞല്ലേ 5 വർഷം മുമ്പ് എന്നോടെന്തെല്ലാം പറഞ്ഞു. ഒരു വർഷത്തിനുള്ളിൽ ക്യാമറയുടെ കംപ്ലീറ്റ് ഗുട്ടൻസും പഠിപ്പിച്ചരാന്ന് പറഞ്ഞാൽ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഇന്ന് വരെ എന്നെ അതിൽ കൂടെ നോക്കാനോട് സമ്മതിച്ചിട്ടില്ല. സ്റ്റുഡിയോ തൂക്കണം, തുടയ്ക്കണം, പിന്നെ അയാളുടെ ബനിയനും അണ്ടർവെയറും കഴുകിയിടണം. ചേട്ടാ എന്നെങ്കിലും ഒരു തോക്കത്തിന്റെ കിട്ടിയാ അന്നാളെ ഞാൻ തട്ടും. ചേട്ടൻ എത്ര രൂപ കൊടുത്തു? 15000 രൂപ. രേഖ വല്ലതും ഉണ്ടോ കയ്യില്? രേഖയൊന്നുമില്ല, വിശ്വാസ. എന്നാ ഗോപിയ സാമദ്രോഹിയാ ചേട്ടാ അയാള്. ഇനി ചേട്ടൻ ബുദ്ധിപൂർവ്വം ചെയ്യേണ്ടത് തഞ്ചത്തിൽ നിൽക്കുക, കാശ് തിരിച്ചു വാങ്ങിക്കാൻ സ്ഥലം വിടുക. ഇയാളുടെ കൂടെ ഒരു മാസത്തിനപ്പുറം നിൽക്കാൻ ആർക്കും പറ്റത്തില്ല. ഗണേശ, നീ എന്താ ഉദ്ദേശിക്കുന്നത് തെളിച്ചു പറ. ചേട്ടാ അയാൾക്ക് ഹൃദയമില്ല, അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമായ കറിഞ്ഞൂടാ. രണ്ടാൾക്കാരെ കണ്ട അയാൾ പുങ്കന. അവിടെ കൊണ്ട് വെച്ച് അപ്പ നമ്മളെ കൊച്ചാക്കി. ഓ അഭാവി വന്നു. ഗണേശ, എന്താടാ? 6 ഹോണടിച്ചാ വന്നൂടെ നിനക്ക്? ഡോറൊന്ന് തുറന്ന് തന്നൂടെ നിനക്ക്? നിങ്ങൾ വന്നാലും ഞാൻ അങ്ങനെ അറിയാനാ? നിങ്ങളോ? എന്താടാ മുതലാളി എന്ന് വിളിച്ചാല്? എടാ, പണം മുടക്കുന്നവൻ മുതലാളിയും പണിയെടുക്കുന്നവൻ തൊഴിലാളിയുമാണ്. ആ സ്ഥാനവും ബഹുമാനവും ഒക്കെ കൊടുത്തേ പറ്റൂ. അല്ലാതെ അധികം സോഷ്യലിസം ഒന്നും വേണ്ട. കാര്യം കാണാൻ ആദ്യം വരുമ്പോ എന്താ ഒരു ബഹുമാനം. 2 ദിവസം കഞ്ഞോളവും കുടിച്ച് ചോറ് എല്ലിന്റെ ഇടയിൽ കുത്തി തുടങ്ങുമ്പോ അവന്റെ സോഷ്യലിസം. എടാ, എന്റെ അടുക്ക് വിളക്ക് കാണിച്ചാലുണ്ടല്ലോ അടിച്ച് പല്ലിയാൻ കൊഴിക്കും. അവനെ തല്ലണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, പറഞ്ഞാ മനസ്സിലാകുമല്ലോ. ഉപദേശിക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം. എഴുന്നേൽക്ക്. എഴുന്നേൽക്കാൻ. ഈ കസേരയിൽ ഇരിക്കാൻ പാടില്ല. ഈ കസേരയിൽ ഒരാൾ മാത്രമേ ഇരിക്കൂ, സദാനന്ദം മുതലാളി. പിന്നെ 15000 രൂപ മുടക്കി എന്നൊരു വിചാരമുണ്ട്. അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ആരും അങ്ങോട്ട് വന്ന് വിളിച്ചില്ലല്ലോ. 71 തുടങ്ങിയതാ ഞാൻ ഈ സ്റ്റുഡിയോ. എങ്ങനെ കൊണ്ടുപോകണം എന്നെനിക്കറിയാം. കുഞ്ഞിന്റെ അച്ഛൻ ഏതായാലും വന്ന് വിളിച്ചു, അങ്ങോട്ട് ചെല്ലേ. അച്ഛൻ ഇങ്ങനെ കടുംപിടുത്തം പിടിച്ചാൽ എങ്ങനെയാ? അച്ഛനൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ. അച്ഛനൊന്നും കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുമില്ല. നീ സ്വയം കണ്ടെത്തിയ ഭർത്താവല്ലേ. എടി, ഇവള് കല്യാണത്തിന് മുമ്പ് എന്തുവാ പറഞ്ഞത്? ഞങ്ങള് മനസ്സുകൾ തമ്മിൽ അങ്ങ് ഇണങ്ങിപ്പോയത്. ഇപ്പൊ എനക്ക് എന്തിയേ എന്ന് പറഞ്ഞ വീട്ടുവാടേക്കുള്ള 1000 രൂപയും കൊണ്ട് എനിക്ക് അങ്ങോട്ട് ചെല്ലാനോ? നീ എന്നോട് അധികം സംസാരിക്കണം. എന്റെ കയ്യിൽ നിന്ന് ഒരു നയാ പൈസ പോലും നിനക്ക് കിട്ടുമെന്ന് വിചാരിക്കണം. അങ്ങേരോട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നീ പോയി കൃഷ്ണൻകുട്ടിയെ ഒന്ന് കാണും. അവനിപ്പോ സ്റ്റുഡിയോയും ഒക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെങ്കിലും മറിക്കാൻ പറ്റും. അവന്റെ പെടലിൽ അഷ്ടമത്തിലെ ശരി ഇപ്പൊ ഇറങ്ങി കാണും. അങ്ങോട്ട് അല്ലേ?